ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായുടെ ചരിത്രം നാം ഒരു ഭാഗം പറഞ്ഞു. ധാരാളം പറഞ്ഞാൽ തീരാത്ത ചരിത്രമാണ് അവർക്കുള്ളത്. എന്തിനാണ് അവരെ ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്കവരിൽ മാതൃകയുണ്ട്. നമ്മുടെ ജീവിതം അവരുടെ ജീവിതം പോലെ ആക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അവരിൽ നമുക്ക് മാതൃകയുണ്ട്. എല്ലാ കാര്യവും മാതൃകയാണ്. നമുക്ക് കഴിയുന്നതൊക്കെ മാതൃകയാക്കാം. അവര് ആഖിറം ഭയന്നുകൊണ്ട്, പരലോകം ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഇബാദത്തിലായി ജീവിച്ചവരാണ്. രാത്രി മുഴുവനും നിസ്കരിച്ചു. നമുക്ക് ഒരു 10 റക്അത്ത് പോലും നിസ്കരിക്കാൻ, വേണ്ടതുപോലെ അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല. നാമും നഫീസത്തുൽ മിസ്രിയ പോയ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ചു. നമുക്കൊരു സുന്നത്ത് നോമ്പ് വട്ടത്തിന് നിൽക്കുവാൻ സാധിക്കുന്നില്ല. നഫീസത്തുൽ മിസ്രിയ ധാരാളം ഖുർആൻ ഓതി. നമുക്ക് കഴിയുന്നില്ല. നാമും അവിടുത്തെ മാതൃക പിൻപറ്റി നമ്മുടെ ജീവിതം ഇബാദത്തിലായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. സൈനബ അവിടുത്തെ ഖാദിമായിരുന്നു. മക്കയിൽ ജനിച്ച നഫീസത്തുൽ മിസ്രിയയുടെ ഖാദിമായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹുമ. അവര് പറയുന്നു, എന്റെ അമ്മായിയായ നഫീസത്തുൽ മിസ്രിയ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ മഹദിയായിരുന്നു. ഖുർആൻ മാത്രമല്ല, ഖുർആനിന്റെ തഫ്സീറുകളും വിശദീകരണങ്ങളും അവർക്കറിയാമായിരുന്നു. അവര് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു. ധാരാളം ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്ന് കരയുന്നവരായിരുന്നു. അവര് ചിലപ്പോൾ ദുആ ചെയ്യും, പടച്ചവനെ യസ്സിർ ലി സിയാറത ഖലീലിക ഇബ്രാഹിം. ഞങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഷാമിൽ പോയി, ഫലസ്തീനിൽ പോയി എനിക്ക് സിയാറത്ത് ചെയ്യണം പടച്ചോനെ എന്നിങ്ങനെ ദ്വാർക്കും. അങ്ങനെ ആ ദുആയുടെ ഫലമായി മദീനയിൽ താമസമാക്കിയ, മക്കയിൽ ധാരാളം തവണ വന്നുകൊണ്ടിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ അവരും അവരുടെ ഭർത്താവ് ഇസ്ഹാഖ് എന്നവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഫലസ്തീനിലേക്ക് പോയി. അങ്ങനെ അവിടെ സിയാറത്ത് ചെയ്തു. അതിനുശേഷം അവർ പിന്നീട് ഈജിപ്തിലേക്ക് പോയി. അവിടെ അടുത്താണല്ലോ ഈജിപ്ത്. ഈജിപ്തിൽ പോയപ്പോൾ ഉമ്മുഹാനി എന്ന സ്ത്രീയുടെ വീട്ടിൽ, മൻസൂസ എന്ന വീട്ടിൽ മഹദി അവറുകൾ താമസമാക്കി. അങ്ങനെ അവര് വന്ന ഘട്ടത്തിൽ അവിടെ ഒരു അയൽവാസിയായ ജൂതനുണ്ടായിരുന്നു. ആ ജൂതൻക്ക് വളരെ കിടപ്പിലായ ഒരു മകളുണ്ട്. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത. അപ്പോഴാണ് ആ സ്ത്രീയുടെ, ആ മകളുടെ ഉമ്മ ഒരിക്കല് അവർക്കെങ്ങോട്ടോ പോകാൻ ആവശ്യമായി ഓരോ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ മകളോട് പറഞ്ഞു, മകൾ മാത്രമേ വീട്ടിലുള്ളൂ, മകളെ എനിക്ക് പോവേണ്ടതുണ്ട്. അപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകുന്നില്ല, എന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുവോ ചോദിച്ചു. അപ്പോൾ മകൾ പറഞ്ഞു, ഉമ്മ എന്നെ ഒറ്റക്കാക്കി പോവേണ്ടതില്ല, പോവല്ലേ. അങ്ങനെ ലാസ്റ്റ് അവര് തീരുമാനമാക്കി, നഫീസത്തുൽ മിസ്രിയ നമ്മളെ അടുത്തുള്ള അയൽവാസിയല്ലേ അവരുടെ വീട്ടിൽ തന്നെ ആക്കി പോയിക്കോളൂ ഉമ്മ, നിങ്ങൾ മടങ്ങി വരുന്നത് വരെ. അങ്ങനെ ഉമ്മ നഫീസത്തുൽ മിസ്രിയുടെ വീട്ടിൽ പോയി അവരോട് ചോദിച്ചു, എന്റെ മകൾ ഇങ്ങനെയാണ്, ഇവിടെ ആക്കി പോവട്ടെ. അങ്ങനെ മകളെ കൊണ്ടുവന്നു. സമ്മതം കിട്ടിയപ്പോൾ അങ്ങനെ വീട്ടിന്റെ ഒരു സൈഡിൽ മകളെ കിടത്തി. ആ ഉമ്മ പോയി. അങ്ങനെ ളുഹർ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ നഫീസത്തുൽ മിസ്രിയ വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്നു. വുളൂ ചെയ്തു. അങ്ങനെ വുളൂ ചെയ്തതിന് ശേഷം
ആ വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്നും അല്പം എടുത്തിട്ട് ആ മകളുടെ ആ അവശയായി കിടപ്പിലായ മകളുടെ ശരീരത്തിലേക്ക് നഫീസത്തുൽ മിസ്രിയ ഒഴിച്ചു അല്പം കുടഞ്ഞു. ഈ സമയത്ത് ആ കുട്ടി എഴുന്നേറ്റു നടക്കുകയാണ്. ഉമ്മ തിരിച്ചു വന്നപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടു. അങ്ങനെ ഈ അത്ഭുതം ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ കുടുംബം മുഴുവനും ഈ അത്ഭുതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രത്തിൽ കാണാം. ഇത് വലിയ കറാമത്ത് തന്നെയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ നഫീസത്തുൽ മിസ്രിയയുടെ ജനനം പറഞ്ഞിരുന്നു 145. അവർ ഈജിപ്തിലേക്ക് വന്നത് 193 അപ്പൊ അവർക്ക് എത്ര വയസ്സാവുണ്ടാവും നോക്കിയാൽ മതി. 145 193 ഇടയിൽ 193 ഹിജറ 193 അവർ ഈജിപ്തിലേക്ക് വന്നു. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അവരുടെ ഭർത്താവും കൂടെയുണ്ടായിരുന്നു. ഈജിപ്തുകാര് നഫീസത്തുൽ മിസ്രിയ വരവ് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവരെ ആഹ്ലാദിച്ചു. മഹദി ഞങ്ങളെ നാട്ടിക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ അവരെ വളരെയധികം സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈജിപ്തിലേക്ക് അവർ കടന്നു വന്നത്. അങ്ങനെ അവരെ ആദ്യം അവിടെയുള്ള വലിയ കച്ചവടക്കാരനായിരുന്ന ജമാലുദ്ദീൻ അബ്ദുള്ള ഇബ്നുൽ ജസ്സാസ് എന്ന ഇയാളുടെ അരികിൽ, വലിയ മഹാനുമായിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആദ്യം താമസിച്ചു. പിന്നീട് അവര് മറ്റൊരു വീട്ടിലേക്ക് മാറി എന്ന് കാണാവുന്നതാണ്. അങ്ങനെ പ്രശസ്തി ആർജിച്ചു നഫീസത്തുൽ മിസ്രിയ. ഇബാദത്തിലായി, സൽക്രമത്തിലായി, പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രി നിസ്കരിച്ച് ഖുർആൻ പാരായണത്തിലായി അവരങ്ങനെ കഴിഞ്ഞു ജീവിച്ചു. അവരുടെ മരണം നടന്നത് ഹിജറ, പല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും 208 അവർ മരണപ്പെട്ടത്. അവരുടെ ചരിത്രങ്ങളും അത്ഭുതങ്ങളും മഹാന്മാർ ഇനിയും ധാരാളം പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കറാമത്തുകൾ മഹദി അവറുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ആളുകൾ, വലിയ വലിയ മഹാന്മാർ അവരെ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആളുകള് അവരുടെ അത്ഭുതം കണ്ടുകൊണ്ടും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടും ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടും അവരുടെ രോഗശമനത്തിനൊക്കെ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരുന്നപ്പോൾ അവര് ഇബാദത്തിന് തടസ്സമായി പോയി. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ ഈ ആളുകളെ കൊണ്ട് കഴിയാതെയായപ്പോൾ അവര് ഞാന് മക്കയിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് കരുതി. അപ്പോൾ ആ നാട്ടുകാര് അവിടെയുള്ള രാജാവിനോട് പറഞ്ഞു, അവരെ ഒരിക്കലും പറഞ്ഞേക്കാൻ പാടില്ല. നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ ആത്മീയ ഗുണങ്ങൾക്കും നന്മക്കും അവരിവിടെ ആവശ്യമാണ് എന്ന് പറയുകയും, അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെ തയ്യാറാക്കി കൊടുക്കുകയും അവർക്ക് രാജാവ് തയ്യാറാക്കി കൊടുക്കുകയും 2 ദിവസം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി 2 ദിവസം ശനിയാഴ്ചയും ബുധനാഴ്ചയും വേർതിരിച്ചു വെക്കുകയും ബാക്കിയുള്ള സമയങ്ങൾ ഇബാദത്തിനായി കഴിയുകയും ചെയ്യാമെന്ന് രാജാവ് നിശ്ചയിക്കുകയും ചെയ്തു കൊടുത്തപ്പോൾ അവരത് തൃപ്തിപ്പെടുകയും ചെയ്തു. ഇനി ധാരാളം കറാമത്തുകൾ മഹദിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.